ആരോഗ്യ മന്ത്രാലയത്തിലെ ആന്തരിക പകർച്ചവ്യാധി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ഗാനിം അൽ ഹജീലാനാണ് പ്രാദേശിക പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വഴിവിട്ട ലൈംഗിക ബന്ധവും മയക്കുമരുന്ന് ഉപയോഗവുമാണ് രാജ്യത്ത് HIV ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം. രോഗബാധയുള്ളവരുമൊത്തുള്ള ലൈംഗിക ബന്ധവും ഒരുമിച്ചിരുന്നുള്ള മയക്കുമരുന്ന് ഉപയോഗവും യുവാക്കളിൽ എയ്ഡ്സ് അതിവേഗം പടരുന്നതിന് ഇടയാക്കുന്നു. രാജ്യത്ത് നിലവിൽ ചികിത്സ തേടിയെത്തിയ 250 രോഗികളിൽ ഭൂരിഭാഗവും യുവാക്കളാണെന്നത് ഗൗരവത്തിലെടുക്കണമെന്ന് ഡോക്ടർ ഗാനിം അൽ ഹജീലാൻ പറഞ്ഞു. ഓരോ മാസവും 1-2 സ്വദേശികളെങ്കിലും HIV ബാധിച്ച് പുതുതായി ആശുപത്രിയിലെത്തുന്നുണ്ട്. രോഗികൾ സ്വദേശികളാണെങ്കിൽ പകർച്ചവ്യാധികൾക്കായുള്ള പ്രത്യേക ആശുപത്രിയിൽ പരിചരിക്കുകയും വിദേശികളെങ്കിൽ ഉടൻ നാട്ടിലേക്ക് തിരിച്ചയക്കുകയുമാണ് നിലവിൽ ചെയ്തുവരുന്നത്. പരിശോധന വഴി ഒരാളിൽ വൈറസ് ബാധ കണ്ടെത്തിയാൽ അയാളെ പ്രത്യേക ആശുപത്രിയിലേക്ക് മാറ്റുകയും കുടുംബക്കാർക്ക് വിവരം നൽകുകയും ചെയ്യുക എന്നതാണ് രീതി. രോഗത്തിന്റെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഭർത്താവിൽ രോഗം കണ്ടെത്തിയാൽ ഭാര്യയെയും, ഭാര്യയിൽ വൈറസ് കണ്ടെത്തിയാൽ ഭർത്താവിനെയും വിവരമറിയിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഭീതി വിതച്ച എബോള വൈറസിനെതിരെ ആരോഗ്യ മന്ത്രാലയം ശക്തമായ മുൻകരുതൽ നടപടികൾ എടുത്തിട്ടുണ്ടെന്നും ഹജ്ജിന് പോകുന്നവർ പ്രത്യേക പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.